ഇല്ല ഗൈസ്, കാരണം ഞാൻ രണ്ടാമതായതുകൊണ്ട് തന്നെ എന്നെ എടുക്കും. മാർട്ടിയാൽ പ്ലീസ് ഡാ. എടാ പ്ലീസ് എടാ, ഒരു ഗോള്. ഇവന്മാരും അമ്മൻ കളിയാൻ തോന്നല്ലോ. ആ കളി നൂബ് ഗൈസ്, നൂബന്മാർ. ഗോൾ കീപ്പർ നമ്മളെ കൈമിൽ തന്നെ ഇട്ട് തന്ന്. ഇത് നേരത്തെ കഴിഞ്ഞ നമ്മൾ ബയണിനോട് കളിച്ച മാച്ചിട്ട് അതേപോലെ തന്നെ നൂബന്മാർ നമുക്ക് തന്നെ ഇട്ട് തന്നു. ഇത്രയേ ഉള്ളൂ ഗൈസ്. 1-0. 5-ാമത്തെ മിനിറ്റ് തന്നെ ഒന്ന് അടിച്ചടേ. ഏതാ നൂബന്മാർ? നൂബ് മാർട്ടിയാൽ പ്ലീസ് ഡാ. മാർട്ടിയാൽ എടാ അടിക്കണേ, വെറുതെ കളയരുതേ. നൂബ് ടീമാ അടിച്ച്. അത് മതി. 2-0. പിടിച്ച് നിൽക്കുക. നമുക്ക് 16 പോയിൻറ്റുമായി 1-ാം സ്ഥാനത്ത്. ഈ കളി ജയിച്ചാൽ നമ്മൾ നൂബന്മാർ ഗൈസ്. വെറും നൂബ്. ബോൾ എടുക്കൂല. ഒരാൾ തന്നെ ഇങ്ങനെ നിൽക്കും. ഡബിൾ ടച്ച് ഗൈസ്. ഇനി വേണമെങ്കിൽ ഡബിൾ ടച്ച് എടുക്കാം കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഡബിൾ ടച്ച് എടുത്ത് മുമ്പോട്ട് കയറി പോകുമ്പോൾ നമ്മൾ ബോൾ എടുക്കും. ഇടയിൽ കൂടെ പോയിട്ട്. അതാണ് ഗൈസ് ഡബിൾ ടച്ച് എന്ന് പറയുന്നത്. ഡബിൾ ടച്ചിലെടുക്കാം. റാഷ്ഫോർഡ് ക്ലിയർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്ത് കാണിക്കുന്നത്? മുസിയാല ഹാരി കെയിനൊക്കെ ബീറ്റ് ചെയ്തു. മാർട്ടിനസ് കെയിനെ ബീറ്റ് ചെയ്തു. ഹോജ്ലുണ്ട്, ഡേവിസിന് സ്പീഡുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഫിഫയിൽ സ്പീഡില്ല. അവിടെ പ്ലെയർ ഉണ്ടോ? പ്ലെയറിന് കൊടുക്ക്. സാരലൈസ് ലീഡ് ഉണ്ടല്ലോ, അതും മതി. ഓക്കെ, വേഗം എറിയടാ. എന്താ കാണിക്കുന്നേ? റിക്സൺ. എടാ അത് മതി. ഡേവിസിനെ ബീറ്റ് ചെയ്തേ. എടാ നൂബടേ, വെറും നൂബ്. നമ്മളടിക്കുന്നൊക്കെ ഗോൾ കീപ്പർ സേവ് ചെയ്യും. പക്ഷെ അത് നമ്മളെ ടീമിൻ്റെ പ്ലെയറിനെ തന്നെ കയ്യിലെത്തൂടാ. ഓലൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പോലും ശ്രമിക്കൂല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഗോൾ കീപ്പർക്കാണ് ഫുൾ എഫേർട്ടും ഗോൾ കീപ്പർക്ക് തന്നെയാണ്. പാവം ഗോൾ കീപ്പർ ഗൈസ്. ദ ഗോട്ട് നമ്പർ 1. FC ബയണിത്തെ ഗോൾ കീപ്പറാണ്. ബാക്കി ഡിഫൻഡേഴ്സ് ഒന്നും ബോൾ പിടിക്കാൻ പോലും നോക്കൂല. അതാണ് നൂബ് ഗൈസ്. ഫസ്റ്റ് ഹാഫ് പിന്നെ നമ്മൾ പ്രോ ആയിപ്പോയി. ഫസ്റ്റ് ഹാഫിൽ പ്രോ സാൻജോന് ഫസ്റ്റ് ഗോൾ അടിക്കാനുള്ള സാധ്യത. സാരില്ല. നമുക്ക് ആ ഫൗള്. ഓൽക്ക് എന്ത് ചെയ്താലും ഓൽക്ക് തന്നെ ഫൗളാണോ? എന്ത് കഷ്ടം. ഞാൻ വിചാരിച്ചു അതോറ്റ ഗോളായിട്ടുണ്ടെങ്കിൽ അവൻ്റെ തല അടിച്ച് പൊട്ടി. പ്ലീസ് 1 മിനിറ്റ്. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ബോയ്. എൻ്റെ നൂബ്ഡ ഗോൾ കീപ്പറെ ഞാൻ കളിച്ചോളാം. താൻ കളിക്കൊന്നും വേണ്ട. ഇത് ഓട്ടോ കളിക്കുമ്പോൾ ആരെ കളിക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടോ. അമ്മ കളിയാണെന്നുള്ളൂ. മാർട്ടിയാൽ ഗൈസ്, ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ വരുന്നത്. ബ്ലോക്ക് ചെയ്തു. അത് നമ്മളെ പ്ലെയറിന് കിട്ടിയില്ല. ഓല പ്ലെയർ എടുത്തു ഗൈസ്. എല്ലാവരും എണീച്ചെന്നൊരു ക്ലാപ്പ് എടുത്തോളി. ക്ലാപ്പ് എടുത്തു. യെസ്, അത് മതി ഗൈസ്. അതെങ്കിലും ചെയ്തല്ലോ. ഗോൾ കീപ്പർക്ക് സന്തോഷമായി. അല്ലെങ്കിൽ ഇതിപ്പോൾ അടുത്ത ഗോളാവേണ്ടി വരും. ഗോൾ കീപ്പറൊക്കെ ഭയങ്കര സന്തോഷത്തിലായിട്ടുള്ളത്. ഒരെണ്ണെങ്കിലും അങ്ങനെ ഹാൻഡ് ബോൾ ഗൈസ്. നമ്മളെ പ്ലെയറുടെ ഹാൻഡ് ബോളാണത്. എൻ്റെ പൊന്നെ, എടുക്ക് കൈതാളെ. ആ ത്രൂ ബോൾ എടോ. മാർട്ടിയാലിന് കിട്ടേണ്ടതായിരുന്നടാ. നമുക്ക് കിട്ടുന്ന സ്ഥലത്തുനിന്ന് പാസ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഷോട്ട് അടിക്കാം കേട്ടോ. അത് മതി. റാഷ്ഫോർഡ് ഡബിൾ ടച്ച് നോക്കിയാൽ മതിയേ. ഡബിൾ ടച്ച്. അത് മതി. ദിസ് ഈസ് ഫൈൻ. സോനാനെ ഇറക്കിയിട്ടുണ്ട്.
അത് ഏത് വായിലോട്ടോ അടിച്ചേ. ഓട് 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 ഓട്. പോയി നമുക്ക് ത്രോ. പോയിട്ടല്ലടാ നമ്മൾ എടുത്തത്. കിക്ക് ബോൾ ആളാ. സാറില്ല, 88 മിനിറ്റ് ആയടാ. നമ്മൾ ജയിച്ചേ. ഇനി ഒരു 3 ഗോളൊന്നും അടിക്കാൻ പോകുന്നില്ല. 4 സെക്കൻഡ് ഇനിയും ഉണ്ട്. അതിൽ നിന്ന് 3 ഗോൾ അടിക്കാൻ ഒരേതോ പ്രോ ടീം. നമ്മളെപ്പോലല്ല സോറി, നമുക്ക് പോലും അടിക്കാൻ കഴിയൂല. ഓക്കെ, അതെങ്ങനെ ഓലടിക്കാനാ? പോ കളി ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനം റൗണ്ട് ഓഫ് 16 വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. 3-0 3-0 എൻ്റെ പൊന്നളിയ. ഓക്കെ ഗൈസ്, USPS ചാമ്പ്യൻസ് ലീഗ്. യോ അങ്ങനെ റൗണ്ട്. കൺഗ്രാജുലേഷൻ ഓൺ അഡ്വൈസിങ് ദ നോക്ക് സ്റ്റേജ്. യോ ഗൈസ്, ബാഴ്സലോണ, പാരീസ് ഇവരൊക്കെ ഉണ്ടല്ലേ. റിയൽ മാഡ്രിഡ് ഉണ്ട്. കുറേ അധികം എല്ലാ പ്ലേയേഴ്സും ഉണ്ട് ഗൈസ്. നമ്മൾ നാപ്പോളിൻ്റെ കൂടെയാണ് കളിക്കേണ്ടത്. ലൈനപ്സ് നമുക്ക് ഒനാനയിലിടാം. ഒനാന ഇല്ലാത്തതുകൊണ്ട് എന്തോ വിഷമം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.